നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 6th മൊഡ്യൂളിലെ എക്സ്ട്രൂഷൻ എന്ന പ്രോസസ്സാണ്. എക്സ്ട്രൂഷൻ പ്രോസസ്സും ഒരു ഷേപ്പിംഗ് ഓപ്പറേഷനാണ്. ആദ്യം എക്സ്ട്രൂഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എക്സ്ട്രൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫോഴ്സിങ് എ മെറ്റൽ എൻക്ലോസ്ഡ് ഇൻ എ കണ്ടെയ്നർ ടു ഫ്ലോ ത്രൂ ദി ഓപ്പണിംഗ് ഓഫ് എ ഡൈ. ഓക്കെ, ഈ ഫിഗർ നോക്കിയാൽ എക്സ്ട്രൂഷൻ എന്താണെന്ന് മനസ്സിലാവും. ആദ്യം എന്ത് ചെയ്യും, ഒരു മെറ്റൽ, ഈ ബില്ലറ്റ് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് മെറ്റലാണ്, അത് ഹീറ്റഡ് മെറ്റലാണ്. അത് എന്ത് ചെയ്യും, ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഡൈയും ഉണ്ട്, ആ ഡൈക്ക് ഒരു ഓപ്പണിങ്ങും ഉണ്ട്. ആ ഓപ്പണിങ്ങിൻ്റെ ഷേപ്പ് എന്ത് വേണമെങ്കിലും ആവാം, സർക്കുലർ ആവാം, റെക്റ്റാങ്കുലർ ആവാം, സ്ക്വയർ ആവാം, ഹെക്സഗണൽ ആവാം. ആ ഓപ്പണിങ്ങിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്, ആ ബില്ലറ്റിനെ ഒരു റാം ഉപയോഗിച്ചിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യും ബില്ലറ്റിൻ്റെ മുകളിൽ. ആ സമയത്ത് എന്ത് ചെയ്യും, ആ ബില്ലറ്റ് എന്ത് ചെയ്യും, ആ ഡൈ ഓപ്പണിങ്ങിലൂടെ പുറത്തോട്ട് വരും. ഓക്കെ, ആ സമയത്ത് അതിന് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്താ സംഭവിക്കുക, അതിൻ്റെ ഉള്ളിൽ ബില്ലറ്റിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും, അതേമാതിരി ഏരിയ കുറയുന്നുണ്ടാവും. എക്സ്ട്രൂഷൻ പ്രോസസ്സ് വഴി സോളിഡ് ഒബ്ജക്ട്സും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതേപോലെ ഹോളോ ഒബ്ജക്ട്സും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വേരിയിങ് ക്രോസ് സെക്ഷൻ പറ്റില്ല, യൂണിഫോം ക്രോസ് സെക്ഷനുള്ള കമ്പോണൻസ് ആണ് എക്സ്ട്രൂഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോളിഡ് ക്രോസ് സെക്ഷനാണ്, ഹോളോ അല്ല. ഈ ഫിഗർ നോക്കിയാൽ ഹോളോ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ക്യാവിറ്റീസ് ഒക്കെ ഇല്ല ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാവും. ഇവിടെ എന്താ, ആ വർക്ക് പുറത്തോട്ട് പോകുന്നത് കാണുന്നുണ്ട്. നടുക്ക് ഒരു മാൻഡ്രൽ എന്ന് പറയുന്നൊരു കമ്പോണൻറ്റ് കാണിച്ചിട്ടുണ്ട്. ആ മാൻഡ്രൽ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ ഒരു റീജിയണിൽ മെറ്റീരിയൽ ഉണ്ടാവില്ല, അതിന് പുറത്തായിട്ട് 2 സ്ഥലത്ത് മാത്രമേ മെറ്റീരിയൽസ് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് എന്താ, അതൊരു ഹോളോ സെക്ഷനാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ റാം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്കൂടെ ഈ 2 റീജിയണിൽ മെറ്റീരിയൽ പോകുന്നുണ്ട്, നടുക്കേ കൂടെ ആരാണ് പുറത്തോട്ട് പോകുന്നത്, മാൻഡ്രലാണ്. അതുകൊണ്ട് എന്താ, അതിലൂടെ മെറ്റീരിയൽ പാസ് ചെയ്യുന്നില്ല. ഹോളോ സെക്ഷനും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അതേപോലെ സോളിഡ് സെക്ഷനും എക്സ്ട്രൂഷൻ വഴി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി എക്സ്ട്രൂഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പോണൻസ് റോഡ്സ്, ട്യൂബ്സ്, അതേപോലെ വേരിയസ് സർക്കുലർ, റെക്റ്റാങ്കുലർ, ഹെക്സഗണൽ ആൻഡ് അതർ ഷേപ്സ്, അതേപോലെ ഐ സെക്ഷൻ, ടി സെക്ഷൻ. ഇതൊക്കെയാണ് എക്സ്ട്രൂഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പോണൻസ്. എക്സ്ട്രൂഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് മെറ്റൽ ഒരു കണ്ടെയ്നറിൽ വെക്കുന്ന അതൊരു റാം ഉപയോഗിച്ചിട്ട് ഫോഴ്സ് ചെയ്തിട്ട് ഒരു ഓപ്പണിങ്ങിലൂടെ പുറത്തോട്ട് പോകുന്നു. ഇത് മാത്രമേ എക്സ്ട്രൂഷനിൽ ചെയ്യുന്നുള്ളൂ. അടുത്തത് എക്സ്ട്രൂഷന് 2 ക്ലാസ് വരുന്നുണ്ട് മെയിനായിട്ട്. കോൾഡ് എക്സ്ട്രൂഷൻ, അതേപോലെ ഹോട്ട് എക്സ്ട്രൂഷൻ. കോൾഡ് വർക്കിംഗ് എന്ന് വെച്ചാൽ മെറ്റൽ വർക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും, റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും ലോവർ ടെമ്പറേച്ചറിലായിരിക്കും കമ്പോണൻസിനെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതാണ് കോൾഡ് എക്സ്ട്രൂഷൻ. അതിൻ്റെ വേറൊരു പേരാണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഫിഗർ നോക്കിയാൽ ഡയറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ആ ഡൈയിൽ എന്തുണ്ട്, ഒരു അൺഹീറ്റഡ് ആയിട്ടുള്ള വർക്ക് പീസ് അല്ലെങ്കിൽ ഒരു മെറ്റൽ വെച്ചിട്ടുണ്ട്, ആ ബ്ലാങ്ക് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത്, ഒരു പഞ്ച് ഉണ്ട്, അത് ഹൈ വെലോസിറ്റിയിൽ വന്നിട്ട് എന്ത് ചെയ്യും, ആ ബ്ലാങ്കിൽ വന്ന് അടിക്കും. ആ സമയത്ത് സംഭവിക്കും, അവിടെയുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യും, നേരെ മുകളിലോട്ട് റേസ് ചെയ്ത് പോകും. ഇതിലേക്കൂടെ ആ പഞ്ചിൻ്റെയും ഡൈൻ്റെയും അടക്കില്ലേ ആ സ്പേസിലൂടെ ആ മെറ്റീരിയൽ എന്ത് ചെയ്യും, മുകളിലോട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, ആ സമയത്ത് ആ പഞ്ചിൻ്റെയും ഡൈൻ്റെയും ഷേപ്പിനനുസരിച്ചിട്ടുള്ളൊരു കമ്പോണൻ്റ് അവിടെ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടി. അത് ഇനി ആ പ്രൊഡ്യൂസ് ചെയ്ത കമ്പോണൻ്റ്, ഈ ഒരു കമ്പോണൻ്റ് പഞ്ചിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കും. ഓക്കെ, കോൾഡ് എക്സ്ട്രൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഹൈ വെലോസിറ്റിയിൽ വന്ന് അടിക്കുന്നത് കൊണ്ടാണ് അതിനെ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ മെറ്റീരിയൽ ഹീറ്റ് ചെയ്യുന്നില്ല, എബോവ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിലോട്ട് ഒരിക്കലും ഹീറ്റ് ചെയ്യുന്നില്ല, ലോ ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. കുറച്ച് സോഫ്റ്റായ മെറ്റീരിയൽസിനൊക്കെ മെയിനായിട്ട് ഈ കോൾഡ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്തത് ഹോട്ട് എക്സ്ട്രൂഷൻ. ഹോട്ട് എക്സ്ട്രൂഷൻ ചെയ്യുന്നത് വെച്ചാൽ മെറ്റീരിയൽ എവിടത്തോട്ട് ഹീറ്റ് ചെയ്തിട്ടുണ്ടാവും, എബോവ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനാണ് ഹോട്ട് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്.
ഹോട്ട് എക്സ്ട്രൂഷൻ അതിന് ശേഷം ആ മെറ്റീരിയൽ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഡൈ ഓപ്പണിങ്ങിലൂടെ പുറത്തോട്ട് തള്ളി വിടും. ഹോട്ട് എക്സ്ട്രൂഷൻ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ. അതിൻ്റെ വേറൊരു പേരാണ് ഫോർവേഡ് എക്സ്ട്രൂഷൻ. ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ റാം ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലായിരിക്കും പ്രൊഡക്റ്റ് അല്ല എക്സ്ട്രൂഡഡ് കമ്പോണൻറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ദ ഫ്ലോ ഓഫ് മെറ്റൽ ത്രൂ ദ ഡൈ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദി മൂവ്മെൻറ്റ് ഓഫ് റാം. ഇവിടെ റാം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതേപോലെ ഡൈക്ക് അകത്തൂടെ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നതും ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, നമ്മൾ ബില്ലറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ചെയ്തിട്ട് ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യും. അതിനുശേഷം റാം ഉപയോഗിച്ചിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും? ആ ഡൈ ഓപ്പണിങ്ങിലൂടെ പ്രൊഡക്റ്റ് പുറത്തോട്ട് പോകും. ഇതാണ് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബില്ലറ്റ് ആ മെറ്റീരിയൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർഫസിൽ കണ്ടെയ്നറും ബില്ലറ്റും തമ്മിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, മുകളിലും ഈ രണ്ട് സർഫസിലായിട്ട് ബില്ലറ്റും കണ്ടെയ്നറും തമ്മിൽ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് റാമിൽ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. ബില്ലറ്റും കണ്ടെയ്നറും തമ്മിൽ റിലേറ്റീവ് മോഷനിലുകൊണ്ട് ലാർജ് ഫ്രിക്ഷൻ അവിടെ ഓവർകം ചെയ്യേണ്ട ഒരു അവസ്ഥ ഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത സെക്കൻഡ് വണ്ണാണ് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ. ഇവിടെ എൻ്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ റാം മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മെറ്റൽ ഫ്ലോ ഉണ്ടാകുന്നത്. ഇവിടെ റാം മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് റാം മൂവ് ചെയ്യുന്നത്, അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, ആ ഡൈ എവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ റാമിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലാണ് ഡൈ ഫിക്സ് ചെയ്തിരിക്കുന്നത്. റാം മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ബില്ലറ്റിനെ അത് പുറത്തോട്ട് തള്ളും. റാം മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മെറ്റൽ ഫ്ലോ ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ഈ ഒരു സർഫസിൽ അതായത് ബില്ലറ്റും കണ്ടെയ്നറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഇല്ല. ബില്ലറ്റ് ഇവിടെ എന്താണ്? സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കുന്നത്. റാം മൂവ് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണലായിട്ട് പ്രൊഡക്റ്റ് ഇതിലെവിടെ പാസ് ചെയ്ത് പോകുന്നത്. മീൻസ് ഈ ഒരു സർഫസിൽ എന്താണ്? റിലേറ്റീവ് മോഷൻ ഇല്ല. ബില്ലറ്റും കണ്ടെയ്നറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഇല്ലാത്തതുകൊണ്ട് എന്താണ്? ഈ എക്സ്ട്രൂഷൻ നടത്താനുള്ള ഫോഴ്സ്, റാമിൽ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് ഡയറക്റ്റ് എക്സ്ട്രൂഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ വാല്യൂ ആയിരിക്കും. അത്രയും ഹൈ വാല്യൂ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡൈ ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് ആയിരിക്കും. റാം ആൻഡ് ഡൈ അറേഞ്ച്മെൻ്റ് ഒക്കെ ഡയറക്റ്റ് എക്സ്ട്രൂഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇനി രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. ഡയറക്റ്റ് എക്സ്ട്രൂഷനും അതായത് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും തമ്മിലുള്ള കമ്പാരിസൺ. ഫസ്റ്റ് പോയിൻ്റ് അതിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്. ഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ റാം മൂവ്മെൻറ്റിൻ്റെ സെയിം ഡയറക്ഷനിലാണ് മെറ്റീരിയൽ ഫ്ലോ. ഇൻഡയറക്റ്റിലാണെങ്കിലോ റാം മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മെറ്റീരിയൽ ഫ്ലോ. സെക്കൻഡ് പോയിൻ്റ്, ഹൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യണം ഇവിടെ ഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ. കാരണം എന്താ? അവിടെ ബില്ലറ്റും കണ്ടെയ്നറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ട്. ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനിലാണെങ്കിലോ ദർ ഈസ് നോ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ബില്ലറ്റ് ആൻഡ് ദി കണ്ടെയ്നർ. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓവർകം ചെയ്യേണ്ടത് കുറവാണ്. തേർഡ് പോയിൻ്റ് എന്താ? ഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ ഹൈ ഫ്രിക്ഷനിൽ കൊണ്ട് തന്നെ ഹൈ എക്സ്ട്രൂഡിങ് ഫോഴ്സ് വേണം. ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനിലാണെങ്കിലോ ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് 20-30% ലെസ് ഫോഴ്സ് മാത്രമേ ഡയറക്റ്റ് എക്സ്ട്രൂഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലൂ. അതേമാതിരി ഡയറക്റ്റ് എക്സ്ട്രൂഷനിലെ ഡൈ ഡിസൈനൊക്കെ എന്താണ്? സിമ്പിളാണ്. ഇൻഡയറക്റ്റിലെ കേസിലാകുമ്പം ഡൈയും ടൂളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അടുത്ത ലാസ്റ്റ് പോയിൻ്റ്, സ്ക്രാപ്പ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽ കൂടുതൽ ഉണ്ടാവുക ഡയറക്റ്റ് എക്സ്ട്രൂഷനിലാണ്. എബൌട്ട് 18-20% ഓഫ് ബില്ലറ്റ് വെയിറ്റ് വേസ്റ്റ് ആയിട്ട് വരും ഡയറക്റ്റിൽ. അതേമാതിരി ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ ലോ മെറ്റീരിയൽ വേസ്റ്റ് ആണ്. അറൗണ്ട് 5-6% ബില്ലറ്റ് വെയിറ്റ് മാത്രമേ അവിടെ വേസ്റ്റായി പോകുന്നുള്ളൂ. ഇതാണ് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ്റെയും കമ്പാരിസൺ.